Hello everyone, I am Megha Jose and I am a student from first year B.Ed English. So today I'll be dealing with the topic kite vectors. Hope you guys are familiar with the topic kite. So now let's move on to the topic kite vectors. Actually Victors channel നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു ചാനലാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് കോവിഡ് ടൈംസ്. ആ ടൈമിലാണ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ചാനൽ ഫ്ലറിഷ്ഡ്. സോ എന്താണ് കൈറ്റ് വിക്ടേഴ്സ്? വിക്ടേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ വേഴ്സറ്റൈൽ ICT enabled റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ. ഇത് ആക്ച്വലി ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേഷണൽ ടെലിവിഷൻ ചാനലാണ്. ഇത് കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരളയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. ഇതിനെ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ ടു എയർ ചാനൽ ആൻഡ് എനി വൺ ക്യാൻ ആക്സസ് ദ ചാനൽ. അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് കൈറ്റ് ഇനോഗ്രേറ്റ് ചെയ്തത് 28 ജൂലൈ 2005 ബൈ APJ അബ്ദുൽ കലാം. വെറാസ് വിക്ടേഴ്സ് ചാനൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയത് 2006 ഓഗസ്റ്റിലാണ്. ഈ ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എഡ്യൂസാറ്റ് വഴിയാണ്, അതായത് ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷണൽ നെറ്റ്വർക്ക്. ഇത് ഓഫർ ചെയ്യുന്നത് ഒരു ഇൻട്രാക്റ്റീവ് വെർച്വൽ ക്ലാസ് റൂംസ് ആണ്. ആൻഡ് ഇറ്റ് ഷോസ് കേരളാസ് കമ്മിറ്റ്മെൻറ്റ് ടു ആക്സസിബിൾ ടെക്നോളജി ഡ്രിവൺ എഡ്യൂക്കേഷൻ. പിന്നീട് നമുക്കിൻ്റെ വിക്ടേഴ്സ് ചാനലിൻ്റെ ടൈം ലൈൻ നോക്കാം. വിക്ടേഴ്സ് ചാനൽ 2006 ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടു എറ്റ് ഗോർക്കി ഭവൻ. പിന്നെ 2007 ഇവർ പ്രോഗ്രാംസ് ആരംഭിച്ചു. 2008 ഇവർ ട്രയൽ റൺ നടത്തി. 2009 ഓൺ സ്റ്റുഡിയോ സ്ഥാപിച്ചു. ആൻഡ് 2012 ആണ് അവർ ന്യൂ ലോഗോ ലോഞ്ച് ചെയ്യുന്നത്. 2013 മുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2013 അവർ എക്സലൻസ് പ്രോഗ്രാംസ് ആരംഭിച്ചു. 2015 സീരീസ് തുടങ്ങി. 2016 ഇവർ ഡിജിറ്റൽ മോഡിലോട്ട് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. 2019 ഈ ചാനൽ 24/7 ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. 2020 DTH കണക്ഷൻസ് വഴി ഇത് ഡിജിറ്റൽ ക്ലാസ്സസ് ആരംഭിച്ചു, അതായത് ഫസ്റ്റ് ബെൽ പോലെയുള്ള ക്ലാസ്സസ്. 2021 ഇവർ സെക്കൻഡ് ചാനൽ തുടങ്ങി, അതാണ് കൈറ്റ് വിക്ടേഴ്സ് പ്ലസ്. അതിനെപ്പറ്റി ഞാൻ ലേറ്റർ ഓൺ മെൻഷൻ ചെയ്യാം. പിന്നീട് നമുക്കിതിൻ്റെ റോളും ഒബ്ജക്റ്റീവ്സും നോക്കാം. റോൾ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇതിൻ്റെ മെയിൻ ഗോൾ ഇസ് ടു മോഡേണൈസ് സ്കൂൾസ് വിത്ത് ടെക്നോളജി, അതായത് ഹെൽപ്പ് കേരള ബിക്കം എ നോളജ് ബേസ്ഡ് സ്റ്റേറ്റ്. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് ITH സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 2001 ITH സ്കൂൾ എന്ന് പറഞ്ഞ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 2017 ഇതൊരു ഗവൺമെൻറ് കമ്പനി ആയിട്ടാണ് മാറുന്നത്. സോ ലേറ്റർ ഓൺ നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ഫങ്ഷൻസ്. 3 ഫങ്ഷൻസ് ആണ്. പ്രൈമറി ഫങ്ഷൻസ് മെൻഷൻ ചെയ്യാം. ആദ്യത്തത് ബ്രോഡ്കാസ്റ്റ് ഇൻട്രാക്റ്റീവ് ലെസൺസ്, അതായത് ഈ റിമോട്ട് ഏരിയാസിൽ പോലും തന്നെ ഇൻട്രാക്റ്റീവ് ലെസൺസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് അവർ എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് വെച്ചാൽ to make sure lessons are accurate and high quality. പിന്നീട് നമുക്ക് പറയാം it shows India's use of space technology for education. So these are the primary functions. So now let's move on to the modes, അതായത് modes of operation. 2 വേയിലൂടെയാണ് ഇത് നടക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻട്രാക്റ്റീവ് മോഡും നോൺ ഇൻട്രാക്റ്റീവ് മോഡും. ഇൻട്രാക്റ്റീവ് മോഡെന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കൈറ്റ് സാറ്റലൈറ്റ് ബേസ്ഡ് നെറ്റ്വർക്ക്, അതായത് എഡുസാറ്റ്. അതായത് ചില സ്കൂൾസിൽ സ്പെഷ്യൽ എക്യുപ്മെൻ്റ് ഉണ്ട്, അതായത് SIT സാറ്റലൈറ്റ് ഇൻട്രാക്റ്റീവ് ടെർമിനൽസ്. ഈ ടെർമിനൽസിലൂടെ സ്കൂൾസ് ക്യാൻ കണക്ട് ടു വിക്ടേഴ്സ് പ്രോഗ്രാം, അതായത് അവിടെ ഒരു ലൈവ് കണക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആൻഡ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻസ്. വേറെസ് ഇൻ നോൺ ഇൻട്രാക്റ്റീവ് മോഡ് നമ്മൾ TV കാണില്ല വിക്ടേഴ്സ് ചാനൽ, അതാണ് മോസ്റ്റ് ഓഫ് us സീ ദിസ് ഓൺ TV. അവിടെ എന്താണ് ഡിമാൻഡിനനുസരിച്ചിട്ടാണ് എയർ ചെയ്യപ്പെടുക. പിന്നീട് എന്താ മെയിൻലി സ്കൂൾ കരിക്കുലം, നമ്മുടെ ടൈം ടേബിളൊക്കെയാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇത് 17 hours a day ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് ഇറ്റ് റീച്ചസ് എബോവ് മോർ ദാൻ 50 lakh സ്റ്റുഡൻസ്. വേറാസ് ഇൻ ഇൻട്രാക്റ്റീവ് മോഡിൽ 95 SITs ആണ് ഇപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ളത്, അതായത് ഈവൻ റിമോട്ട് ഏരിയാസിലെയും ലക്ഷദ്വീപിനെയും വരെ കണക്ട് ചെയ്ത് 95 SITs ആണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞു കൈറ്റ് വിക്ടേഴ്സ് പ്ലസ് അതൊരു സെക്കൻഡറി ചാനലാണ്. ഇൻക്രീസ് ഡിമാൻഡിനനുസരിച്ചിട്ട് 2021 സെപ്റ്റംബറിലാണ് കൈറ്റ് കേരള ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ അണ്ടറിലാണ് ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഇപ്പോൾ നടക്കുന്നത്. സോ ഇനി നമുക്ക് വേറെ കുറച്ച് കോൺസെപ്റ്റ്സ് നോക്കാം. അതായത് ഈ ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന വേറെ
എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ആൻഡ് പ്രോഗ്രാംസ്. ഫസ്റ്റ് ഈസ് ഫസ്റ്റ് ബെൽ, അതായത് ഒരു ഡിജിറ്റൽ ക്ലാസ്സസ് ആണ് ഫ്രം പ്രീ പ്രൈമറി ടു 12th. ആൻഡ് അപ്പാർട്ട് ഫ്രം നമ്മുടെ ടൈം ടേബിൾ, നമ്മുടെ കരിക്കുലം അല്ലാതെ ഒരു കുറച്ച് കോൺസെപ്റ്റ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. സച്ച് ആസ് എൻവയോൺമെൻറ്റൽ അവയർനെസ്സിന് വേണ്ടി ഹരിത വിദ്യാലയം. പിന്നെ ബിയോണ്ട് ദി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ലേണിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കേരള കൾച്ചർ ഹെറിറ്റേജ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് കേരള യാത്ര എന്ന് പറയുന്ന പ്രോഗ്രാം അവർ സംരക്ഷണം ചെയ്യുന്നത്. പിന്നീട് ഒരു എക്സാം ഓറിയൻറ്റഡ് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷൻ സെഷൻ പോലെയാണ് ഒരുക്കം അവർ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നീട് ഇത് ആക്ച്വലി അവരുടെ ഒരു ഷെഡ്യൂളാണ്. നമുക്ക് അവരുടെ ചാനലിലോ അല്ലെങ്കിൽ അവരുടെ ലിങ്കിലോ കയറിയാൽ നമുക്ക് അവരുടെ ഷെഡ്യൂൾ കാണാം അന്നത്തെ ദിവസം. സോ ഇത് ആക്ച്വലി 12 AM തൊട്ട് 10 AM വരെയുള്ളൊരു ഷെഡ്യൂളാണ്. ഇത് കഴിഞ്ഞവർക്ക് ക്ലാസ്സസ് ഉണ്ട്. ഇതിൽ നമുക്ക് കാണാം ഫസ്റ്റ് ബെല്ലുണ്ട്, വേറെ അതർ ക്ലാസ്സസും ഉണ്ട്. വേറെ ഫസ്റ്റ് ബെൽ എഡ്യൂക്കേഷണൽ അല്ലാതെ അവർക്ക് വേറെ കുറച്ച് അറിവ് പകരുന്ന ക്ലാസ്സസും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ യു ക്യാൻ പോസ് ആൻഡ് റീഡ്. പിന്നീട് നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. സോ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും കൈറ്റ് വിക്ടേഴ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ. സോ ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഫോർ ഓൾ. പിന്നീട് ഇതൊരു മോഡലായിട്ട് സെർവ് ചെയ്യുന്നുണ്ട് ഫോർ യൂസിങ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. അതായത് ഇറ്റ് സപ്പോർട്ട്സ് ടീച്ചേഴ്സ് വിത്ത് ട്രെയിനിങ് ആൻഡ് ലേണിംഗ് ടൂൾസ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഇമ്പാക്റ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു. ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ നോട്ട് എൻ്റെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു.